നല്ലൊരു പണി കിട്ടി. 8 ചേച്ചിമാർ നടത്തുന്ന ഒരു രുചിയിടം. എല്ല് പീസുകൾ മുഴുവൻ ഇതിനകത്തുണ്ട്. എല്ല് ചേർന്ന ബീഫ് കണ്ടോ. ടിപ്പർ കല്ലും മണ്ണും ഇറക്കുന്ന പോലെയാണ് നമ്മുടെ കുക്കറിനകത്തുനിന്ന് ഇതിനകത്തേക്ക് സാധനം വീഴും. 2 വിരൽ മതി എല്ലിനകത്ത് നീ അളിയന്മാരെ ഒന്ന് ഇളക്കിയെടുക്കാൻ. പുറകിൽ നല്ല മഴ, പൊളിയാണ്. കയ്യിലിരിക്കുന്ന ഐറ്റം കണ്ട, പങ്കായം നിൽക്കുന്നത് മുള കൊണ്ടുള്ള, എന്താണ് എൻ്റെ പേര്, ചെങ്ങാടം. മുള കൊണ്ടുള്ള ചെങ്ങാടത്തിലാണ് നിൽക്കുന്നത്. ഇനി ഞാൻ നിൽക്കുന്ന സ്പോട്ട് എവിടെയാണെന്നറിയാം? പത്തനംതിട്ട ജില്ലയിൽ കോന്നി അടവി ഇക്കോ ടൂറിസത്തിൻ്റെ കുട്ടവഞ്ചി. അതെ കണ്ടില്ലേ, നിരയായിട്ട് കിടക്കുന്ന കുട്ടവഞ്ചി. ഇവിടുന്ന് അകത്തേക്കാണ് കുട്ടവഞ്ചി റൈഡിങ്. അപ്പോൾ ഇക്കോ ടൂറിസം ഏരിയ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതല്ല ഞാൻ. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, കാട് കയറിയവൻ നാടിറങ്ങില്ല. ഇപ്പം ഈ കാട് കയറിയവൻ എന്തുകൊണ്ട് നാടിറങ്ങില്ല എന്നുള്ള കാര്യം എനിക്ക് ഇന്ന് മനസ്സിലായി. കാര്യം കാട്ടിനുള്ളിൽ നല്ല വിഭവസമൃദ്ധമായ രുചിയോടുള്ള ആഹാരങ്ങൾ തയ്യാറാക്കി വെച്ചാൽ നമ്മളിവിടെ നാട്ടിലേക്ക് വരുമോ? നല്ല ഒന്നാന്തരം ശുദ്ധവായു, ആരുടെ ശല്യമില്ല. പ്രത്യേകിച്ച് മൊബൈലിന് റേഞ്ച് കുറവായിട്ട് മൊബൈലിൻ്റെ ഒട്ടും ശല്യമില്ല. മനസ്സമാധാനത്തോടെ കുറച്ച് നേരം ചിലവഴിക്കാൻ ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് കാട് തന്നെയാണ്. പണ്ട് കാട്ടിനുള്ളിൽ കയറുന്നവർ വെള്ളവും ആഹാരവും എല്ലാം കൊണ്ടുപോകും. കാരണം അകത്തേക്ക് ചെന്നാൽ കടകളില്ല, കഴിക്കാൻ പറ്റത്തില്ലെന്ന്. ഇപ്പോൾ ഒന്നും പോരണ്ട, കഴിക്കാനൊരു വയറും എൻജോയ് ചെയ്യാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കാട് കയറാം. കാരണം കാട്ടിനുള്ളിൽ നല്ല വിഭവസമൃദ്ധ ആഹാരങ്ങൾ നിങ്ങളെ തേടിയിരിപ്പുണ്ട്. അങ്ങനെ ഒരു സ്പോട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അടവിയിൽ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കാടിനുള്ളിൽ വന്നാൽ വിഭവസമൃദ്ധമായ വ്യത്യസ്തമായ രുചിക്കൂട്ട് തയ്യാറാക്കുന്ന ഒരിടം. ഇടമെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കോന്നി ഇക്കോ ടൂറിസത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആരണ്യകം ഇക്കോ കഫേ. 8 ചേച്ചിമാർ നടത്തുന്ന ഒരു രുചിയിടം. എന്ന് പറഞ്ഞാൽ ഊണും കാപ്പിയും വ്യത്യസ്തമായ വിഭവങ്ങൾ കൊണ്ട് സമ്പന്നം. ഇപ്പോൾ ഞങ്ങൾക്ക് ഈ കാട്ടിനുള്ളിലോ, കാടെന്ന് പറഞ്ഞാൽ നിസ്സാരമാക്കണ്ട, ഇഷ്ടം പോലെ സഞ്ചാരികൾ വരുന്ന നമ്മുടെ അടവി ഇക്കോ ടൂറിസത്തിൻ്റെ അടവി കുട്ടവഞ്ചിക്കിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മുടെ ഈ ആരണ്യകം ഇക്കോ കഫേ. ആരണ്യകം ഇക്കോ ടൂറിസം കോന്നി വനവികാസ ഏജൻസി സംരംഭം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു വ്യത്യസ്തമായൊരു വിഭവം ഉണ്ടെന്ന്, എല്ലും കപ്പയും. അപ്പം കപ്പയുടെ പരിപാടികൾ അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മളെ ആ എല്ല് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ എല്ല് കറി കൊണ്ടുവന്നിട്ട് 12 എത്ര വിസിലായി? 12 വിസിലോളം കുക്കറിൽ അടിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മളതിൻ്റെ തയ്യാറെടുപ്പിലേക്ക്, പാചക പരിപാടികളിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇവിടെ ശരിക്കും വിറകടുപ്പാണ്, അപ്പുറത്ത് ഗ്യാസിൻ്റെ അടുപ്പുകളെല്ലാം ഉണ്ട്. കാര്യം അവിടെ കഴിക്കുന്ന ഏരിയ അവിടെയാണ്ട് പുകയുടെ ശല്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ ഷെഡ്, നമ്മുടെ ഒരു നാടൻ രീതിയിലുള്ളൊരു ഷെഡിലാണ് നമ്മുടെ എല്ലും കപ്പയുടെ പരിപാടി. അപ്പോൾ എല്ല് കറി ഉണ്ടാക്കുക. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ അറിയത്തില്ല, കഴിക്കാൻ അറിയത്തുള്ളൂ, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ അതേ നമ്മുടെ രാധ ചേച്ചിയും നിഷ ചേച്ചിയും ഇവർ രണ്ടുപേരും ഈ ഇക്കോ കഫേയുടെ സ്റ്റാഫുകളാണ്. മൊത്തം 8 സ്റ്റാഫുകളിൽ നിന്ന് 4 പേരെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ചേച്ചി തുടങ്ങാം. എന്താ മണമെന്നറിയാം. എല്ല് പീസുകൾ മുഴുവൻ ഇതിനകത്തുണ്ട്. ഇതിൽ സവാളയുണ്ട്, ഇഞ്ചിയുണ്ട്, കറിവേപ്പിലയുണ്ട്, വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്. വെളുത്തുള്ളി ഇത്രയും സാധനം ചേർത്തിട്ട് ഏകദേശം ഒരു 12 വിസിലടിച്ച് നല്ല കുഴമ്പ് രീതിയിൽ വെന്ത് കിടക്കുകയാണ്. അപ്പോൾ അതേ നമ്മൾ കടു നേരെ ചൂടായി കിടക്കുന്ന ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട്, ചീനിച്ചട്ടിയല്ല കേട്ടോ, ഉരുളി നിങ്ങളൊന്ന് ചെവി ഓർത്തേ. ഈ കടു വറുത്തൻ്റെ കൂട്ടത്തിൽ വേറെ സൗണ്ട് കേൾക്കുന്ന കേട്ടോ. ഉരുളാൻ തന്നെ കരച്ചിൽ നിർത്തി.
ബേക്കറം തവള നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇന്ന് സൗണ്ട് മ്യൂസിക് ചെയ്യാൻ വേണ്ടി വന്നേക്കുക. കാടല്ലേ, പല സൗണ്ടുകൾ കേൾക്കും. അപ്പോൾ ചേച്ചി കാടായതുകൊണ്ട് ഏതെങ്കിലും ജീവികളുടെ ശല്യം? കുരങ്ങ് ഇഷ്ടം പോലെ ഉണ്ട്. അവരൊരു വലിയ ശല്യമാണ് നമ്മുടെ പാചകപ്പരകളിലും എല്ലാം ആണ്. പിന്നെ ആനയൊക്കെ വല്ലപ്പോഴും ഇതിലേക്ക് ഒന്ന് പോകും. ലോറിക്കകത്ത് ഈ അമ്പലത്തിലേക്ക് കൊണ്ടുവന്ന കാട്ടാന തന്നെയാണ്. കാട്ടാനയാണ്, തെറ്റിദ്ധരിക്കരുത്, കാട്ടാന. പിന്നെ പന്നിശല്യം ഉണ്ടല്ലേ. അപ്പോൾ ആലോചിക്കണം, ഇത്രയും ജീവികളുടെ ശല്യങ്ങൾക്കിടയിൽ നിന്ന് കൊണ്ടാണ് ഈ 8 ചേച്ചിമാർ നമ്മൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള രുചികൾ ഉണ്ടാക്കുന്നത്. പിരിയം മുളക് പൊടിയാണ് ഇടാൻ പോകുന്നത്. കാശ്മീരി ഇടത്തിൻ്റെ കാര്യം, വലിയ ഇവർക്ക് വലിയ ഒരു പ്രശ്നമല്ല. ചിലവർ കൂടിക്കഴിഞ്ഞാൽ പരാതി പറയത്തില്ലേ. അപ്പോൾ ഇതിപ്പോൾ എത്ര കിലോ ഉണ്ട് ഇപ്പം? ഇന്നത്തെ 2 കിലോ. അപ്പം പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ എല്ലും കപ്പ കിട്ടൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ ചേച്ചിമാരുടെ വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടിയില്ല നമ്മൾ വഴക്കുണ്ടാക്കും. ശനി ഞായർ ദിവസങ്ങളിൽ മാത്രം നോക്കി വരും. അപ്പോൾ ഇതേ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ബീഫ് മസാല എടുത്തു, മല്ലിപ്പൊടി എടുത്തു, മുളക് പൊടി എടുത്തു. അപ്പോൾ അതേ നമ്മളിട്ട് വെച്ച പൊടി ഐറ്റംസ് എല്ലാം നേരെ പാത്രത്തിലേക്ക് ഇട്ടു. അതെ, എന്തെങ്കിലും വേണമെന്നുള്ള കാര്യം നിങ്ങൾ രഹസ്യം പറയണ്ട, ഉറക്കെ തന്നെ പറഞ്ഞല്ലോ. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് മൈക്ക് വെച്ചിരിക്കുന്നത്. രഹസ്യമായിട്ട് കടുവറുത്ത് എണ്ണയ്ക്കകത്ത് കിടന്നതെന്ന് വരണ്ട് കളറ് മാറി ചെറിയൊരു മണമൊക്കെ അടിച്ചു തുടങ്ങി. അപ്പോൾ ഈ ശനി ഞായർ ദിവസങ്ങളിൽ ഏകദേശം എത്ര കിലോ എല്ലും കപ്പയും പോകും? 3 കിലോ ഒക്കെ വാങ്ങിക്കും. പിന്നെ ബീഫ് കൂടെ ഉള്ളത് കൊണ്ട് അതുകൊണ്ട് ഇത് ഒരു സൈഡായിട്ട് മീൻകറി വേണം. അപ്പം അതിലേക്ക് ഇതേ വെള്ളം ഒഴിച്ച് നല്ല കുഴമ്പ് വരുവായിട്ടുണ്ട്. ഈ കപ്പ ബിരിയാണി കുറച്ച് ഏരിയകളിൽ മാത്രമേ ഉള്ളൂ. അതേപോലെ എല്ലും കപ്പയും ചില ഭാഗങ്ങളിൽ ചെന്നാൽ ചിലവർക്ക് അറിയത്തില്ല. പക്ഷേ ഇപ്പം ഇതിൻ്റെ രുചി ഈ വ്ളോഗേഴ്സൊക്കെ പലയിടത്തും ഇങ്ങനെ പകർന്നു കൊടുത്തുകൊണ്ട് പല ഹോട്ടലുകളിലും ചില ദിവസങ്ങളിൽ ഈ എല്ലും കപ്പ കൊടുക്കാറുണ്ട്. കാര്യം എല്ലാവരും വ്യത്യസ്തത തേടി നടക്കുകയല്ലേ. കട്ടക്കട്ടെ. ഇപ്പം നമ്മളിട്ട പൊടിവർഗ്ഗങ്ങൾ എല്ലാം നല്ല ഒരു തിള ഇങ്ങനെ കുളുകുള അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കുക്കറിനകത്ത് ഏകദേശം 12 വിസിലടിച്ചെന്ന് പറഞ്ഞാൽ ബീഫില്ലേ, എല്ല് ചേർന്ന ബീഫ് കണ്ടോ, നല്ല മണമുണ്ട്. ഇതിനകത്തോട്ട് ഈ മസാലയ്ക്കകത്തോട്ട് ഇട്ട് ഒന്നുകൂടെ അടച്ചു വെച്ച് വെന്ത് വരുമ്പോൾ ഉണ്ടല്ലോ പൊള്ളിയായിരിക്കും. അത് കഴിക്കാതെ തന്നെ പറയാം. അപ്പോൾ ചേച്ചി നമുക്ക് തട്ടാം. ടിപ്പർ കല്ലും മണ്ണും ഇറക്കുന്ന പോലെയാണ് നമ്മുടെ കുക്കറിനകത്ത് നിന്ന് ഇതിനകത്തേക്ക് സാധനം വീണത്. ഇനി ചേരുന്ന എന്താണ്? കൊച്ചുള്ളി ചേരുമോ? ഒന്നും ചേരത്തില്ല. ഇതിന് പിന്നെ തേങ്ങാക്കൊത്തിൻ്റെ പരിപാടി ഒന്നുമില്ല. കറിവേപ്പിലയാണ് ഇല്ല. തേങ്ങാക്കൊത്തിന് പോലെ നല്ല കിടുക്കാച്ചി എല്ല് കയറി കട്ടിച്ച് പൊട്ടിച്ചോണം. നമ്മൾ പണ്ട് പറഞ്ഞ പോലെ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഇളക്കിയാലേ ഈ ഗ്രേവി മൊത്തം എല്ലാ ഭാഗങ്ങളിലും എല്ലിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പിടിക്കണം. ശനി ഞായർ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുമ്പോൾ തിരക്കുന്നത് ഈ ഒരു ഐറ്റം ആണല്ലേ, എല്ലും കപ്പ. എല്ല് കറിയാണ് ഏറ്റവും കൂടുതൽ അടിക്കുന്നത്. അടച്ചു മൂടി വെച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് ഈ എണ്ണ തെളിഞ്ഞു. എന്നിട്ട് അതിന് മുകളിലേക്ക് ഇനി നമ്മൾ അവസാനമായിട്ട് ഇടുന്ന ഐറ്റം എന്താണ്? കറിവേപ്പിലയാണ്. പച്ചക്കറിവേപ്പില ഇട്ടിട്ട് അടച്ചു മുച്ച് വീടുമ്പോഴത്തേന് സാധനം സെറ്റ്. എന്താ രസം എന്നറിയാമോ? ഫോറസ്റ്റ് ആണെങ്കിൽ ഇത് ശരിക്കകത്തോട്ട് വീടുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇത് തണ്ണിത്തോട് പോകുന്ന റൂട്ടാണ്. അടവി കഴിഞ്ഞിട്ട് മണ്ണിറ, പിന്നെ മൂഴി തണ്ണിത്തോട് ശരിക്കും ആൾക്കാരുള്ള ഏരിയ ആണ്. എന്ത് രസമായിരിക്കും എന്നറിയാതെ. അപ്പോൾ നമ്മൾ കാത്തിരുന്ന എല്ലും കപ്പയും. ചേച്ചി പോരട്ടെ, ആജ്ഞാപിച്ച് ചിലപ്പോൾ തരുമെന്ന് അറിയത്തില്ല. വരുന്നുണ്ട്. നല്ല കപ്പ, എല്ലുകറി, ചൂടുണ്ട് കേട്ടോ. കുടിവെള്ളം, അയല വറുത്ത്. അപ്പോൾ നമ്മൾ കാത്തിരുന്ന ഐറ്റം എല്ലാം നമ്മുടെ മുമ്പിലെത്തി. അതെ, കപ്പ വേവിച്ചത്, ചിലയിടത്ത് അവിച്ചതെന്നൊക്കെ പറയും. നല്ല മഞ്ഞളൊക്കെ ഇട്ടിട്ട് കടു വറുത്ത് നല്ല കപ്പ.
പിന്നെ നമ്മൾ തിരഞ്ഞു വന്ന ഐറ്റം എല്ലുകറി. അടിപൊളി മണമാണ്, ആ കളറ് രുചി നോക്കിയിട്ട് ബാക്കി പറയാം. പിന്നെ ഇവിടെ ഒന്ന് ഊണിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ കുറേ നാടൻ വിഭവങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ വാഴക്കൂമ്പ് തോരൻ കിട്ടി. അതൊരല്പം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല മുഴുത്ത അയില വറുത്തത്, കിട്ടുക്കാച്ചി ഐറ്റം. ശനി ഞായർ ദിവസങ്ങൾ അന്നാണ് ഏറ്റവും കൂടുതൽ ഈ ടൂറിസം മേഖലയിലേക്ക് വരുന്ന തിരക്കുള്ള ദിവസം. അന്ന് ഇതേപോലെ ഒന്നുമല്ല, നല്ല തിരക്കാണ്. ശനി ഞായർ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ചില ഗവൺമെൻറ് അവധികൾ ഇവർക്ക് കിട്ടാറുണ്ട്. ബാക്കി എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി കൂടുതൽ സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു നിന്നാൽ സഹിക്കാൻ പാടാണ്, നാക്കുളുക്കും വീണു. അപ്പോൾ നമ്മൾ എല്ലും കപ്പയും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഇവരിതെല്ലാം പാചകം ചെയ്യുന്നത്. അപ്പോൾ ഐറ്റം കണ്ടു. കഴിക്കുന്നതിന് മുമ്പായിട്ടേ നമ്മൾ സാധാരണ കഴിക്കുന്നതിന് മുമ്പ് വില പറയുമല്ലോ. ഈ വില പറഞ്ഞിട്ട് കഴിച്ചാൽ നല്ല നിറവുണ്ടായിരിക്കും. അപ്പോൾ കപ്പ ഒരു പ്ലേറ്റിന് 50, എല്ല് കറി ഒരു പ്ലേറ്റ് 100, അയില ഫ്രൈ 60. പിന്നെ തോരൻ നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമേ ഇവനെ ഇങ്ങോട്ട് തട്ടാം. അടിപൊളി. നല്ല കിടിലൻ രുചി, വേറെ രുചിയെന്ന് ഞാൻ പറയും. പായത്തിന് ആ കഷ്ണത്തിനകത്തോട്ട് കപ്പയിട്ട് ഇളക്കിയപ്പോഴേ അറിയാതെ ഇവിടെ നിന്ന് ഒരു ഇഞ്ചി പീസ് കൂടെ കയറി. അതിൻ്റെ ഒരു കടി കിട്ടിയപ്പോൾ ഉണ്ടല്ലോ, എന്താ ടേസ്റ്റ്. ഇപ്പം നിങ്ങളുടെ അവർക്ക് എല്ല് കറി എന്ന് പറയുമ്പോൾ മൊത്തം എല്ല് മാത്രമേ കാണത്തുള്ളൂ. എല്ല് മാത്രമല്ല കേട്ടോ, എല്ലിനകത്ത് പറ്റിപ്പിടിച്ച് നല്ല മാംസമുണ്ട്. അതിങ്ങനെ കടിച്ചെടുത്ത് കഴിക്കുന്നിടത്താണ് എല്ലും കപ്പയുടെ രുചി ഇരിക്കുന്നത്. ഇത്ര കാട് കയറി ഇവിടെ വന്നത് വെറുതെ ആയില്ല കേട്ടോ. നമ്മൾ ഉറപ്പായിട്ടും വരണം. ഇതിന് ഇത്ര വിവരണം കൊടുക്കണമെന്ന് എനിക്കറിയത്തില്ല. ഒരു സവാള കഴിക്കാം. ഒന്നാമത് സവാള, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റിനകത്ത് മിക്സ് ചെയ്ത് ഒരു 10-12 വിസിൽ കുക്കറി അടിച്ചപ്പോൾ തന്നെ ഉണ്ടല്ലോ, ഈ മാംസമൊക്കെ അങ്ങ് നല്ലോണം പഞ്ഞി പോലെ വെന്ത്. അതുകൊണ്ട് വലിയ സമ്മർദ്ദം കൈകൾക്കോ നാക്കിനോ കൊടുക്കാതെ തന്നെ ഈ സാധനം ഇളകിഞ്ഞ് വരും. 2 വിരലും മതി. ഇതാണ് കണ്ടോ, എല്ലിനകത്ത് ഇനി അളിയന്മാരെ ഒന്ന് ഇളക്കിയെടുക്കാൻ. ഒരു ശകല എരി മുമ്പിലാണ്. പക്ഷേ എല്ലുകാർക്ക് എരി വേണം. ഒരു റോസ്റ്റ് വരുവാണ് കേട്ടോ. ഗ്രേവിക്ക് നല്ല ടേസ്റ്റാണ്. ഈ എല്ലും കപ്പയ്ക്കകത്ത് മൊത്തം എല്ല് മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് പറയുന്നവരുണ്ടെങ്കിലേ കണ്ടോ, ഇത് മൊത്തം മാംസമാണ്. അയില ഫ്രൈ നല്ലവണ്ണം ഫ്രൈ ആയി നല്ല മൊരുമൊരാണ്. മസാലയുടെ ഒക്കെ രുചിയുണ്ടല്ലോ, ഗംഭീരമായി പിടിച്ചിട്ടുണ്ടോ. മഴ വരുന്നുണ്ട് കേട്ടോ. മഴ വരുമ്പോൾ അറിയാം ഇവിടുത്തെ രസം കണ്ടത്. പുറകിൽ നല്ല മഴ, പൊളിയാണ്. അപ്പോൾ വാഴക്കൂമ്പ് തോരൻ. ഭയങ്കര സന്തോഷം തോന്നി ഇത് കഴിച്ചപ്പോൾ കേട്ടോ. പണ്ടൊക്കെ വീടുകളിലൊക്കെ കിട്ടിയ അതേ ടേസ്റ്റ്. അപ്പം ജോലി ഇപ്പോൾ വീട്ടിലില്ലേന്നു, അപൂർവമായിട്ടേ ഉള്ളൂ. വണ്ടി തോന്നുമ്പോൾ കാറ്റിന് ചെറിയ ശല്യമുണ്ട്, ഒന്നും തോന്നരുത്. മഴ 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 മഴ. എല്ലും കപ്പയും, കൂമ്പ് തോരൻ, അയില വറുത്തത്, ജോൺസൺ മാഷിൻ്റെ പാട്ട് മാത്രമില്ല.